ആ സർ, എന്തായാലും ഇന്ന് പൊന്നുമണിയെ കാണുമ്പോ വക്കീലിന്റെ കാര്യങ്ങളൊന്ന് സംസാരിക്കണേ. ചന്ദ്രലേഖ, അങ്ങനെയാ അവരുടെ പേരെന്നാ സിദ്ധു പറഞ്ഞത്. കമ്പ്യൂട്ടർ പഠിക്കാൻ പൊന്നുമണി ടൗണിലേക്ക് വരുന്ന സ്ഥിതിക്ക് വക്കീലിനെ അവരുടെ ഓഫീസിൽ പോയി ഒന്ന് കാണാമല്ലോ. ആ ശരി സർ. ആ എന്നാ പിന്നെ യാത്ര നടക്കട്ടെ. ആരായിരുന്നു ദേവികെ? ഓ, നിരഞ്ജൻ ഡോക്ടർ ആയിരുന്നോ? അതേടാ, സംസാരിച്ചതേ പൊന്നുമണി നിനക്കെതിരെ കൊടുക്കാൻ പോകുന്ന കേസിന്റെ കാര്യമാണ് പറഞ്ഞ. അല്ല, നീ കേട്ട് കാണുമല്ലോ അവിടെ നിന്ന് വക്കീലിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇല്ലേ? വക്കീല് ചന്ദ്രലേഖയല്ലേ? ആ അതെ. ആളെങ്ങനാടി ദേവികെ? സുന്ദരിയാണോ? എനിക്കൊരു വക്കാലത്ത് കൊടുക്കാന്. ആടാ, നല്ല സുന്ദരിയാ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നല്ല മിടുക്കിയാന്ന സിദ്ധാർത്ഥ വക്കീല് പറഞ്ഞത്. ഓ, സിദ്ധാർത്ഥം വക്കീലിന്റെ സെറ്റപ്പാണല്ലേ? ചെരുപ്പൂർണോടാ നായ ഞാൻ. അയ്യോ, സെറ്റപ്പ് എന്ന് പറഞ്ഞ സിദ്ധാർത്ഥം വക്കീല് സെറ്റ് ചെയ്ത് തന്ന പെൺവക്കീല് ആണെങ്കിലേ ആ സുന്ദരി കുട്ടിയോട് എന്റെ വിജയാശംസകള് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കും. ശരത്തിനെ തോപ്പിക്കാൻ ഇറങ്ങുന്ന പുതിയ പെൺപുലിയല്ലേ? പക്ഷേ എനിക്കെന്റെ പേർഷ്യൻ ക്യാറ്റിനെ ഇഷ്ടം, എന്റെ ദേവൂട്ടി. അടി വേണ്ടെങ്കിൽ വഴിന്ന് മാറടാ. മംഗലശ്ശേരി നീലേണ്ട പറഞ്ഞ എന്നും മുണ്ടേക്കൽ ശേഖരൻ വഴി മാറിയിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയാൻ വന്ന് നീ കേക്ക്. എന്ത്? ശേഖർ എന്ന കുതിരപ്പടയാളിയെ നീ രണ്ടും കൽപ്പിച്ച് കളത്തിലിറക്കുവാന്ന് കേട്ടു. നീ കൊടുത്ത കാശ് കൊണ്ടാണെന്ന് തോന്നുന്നു. അവൻ കുറെ ആപ്പിളും ഓറഞ്ചും ഒക്കെയായി കാലൊടിഞ്ഞു കിടക്കുന്ന സമന്റെ വീട്ടിൽ ചെന്നു എന്ന് കേട്ടു. ചെന്ന് കാണും. എന്നെ പറ്റിയുള്ള വിവരശേഖരണമാണ് ലക്ഷ്യമെന്ന് ഊഹിച്ചു. ഊഹിക്കണ്ട, അത് തന്നെ. അതിന് നിനക്കെന്താടാ? പിന്നെ എല്ലാ കാലവും നിന്നെ ആട്ടും തോലിട്ട് നടക്കാൻ മറ്റുള്ളവർ സമ്മതിക്കോ? എനിക്കൊന്നുമില്ല, എനിക്കൊരു പുല്ലും സംഭവിക്കത്തുമില്ല. സംഭവിക്കാൻ പോകുന്നേ മറ്റു ചിലർക്കാ. നിന്നെ ഞാൻ കൊല്ലില്ല, പക്ഷെ നിന്റെ കൂടെ നിൽക്കുന്നവര് വീഴും.